ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് വാർത്താ മാധ്യമ രംഗത്ത് ഓരോ ദിവസവും ഓരോ വാർത്തകൾ കൊണ്ട് നമ്മെ വീർപ്പ് മുട്ടിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഒരു അർജുൻ എന്ന ഒരു മലയാളിയായ കൊച്ചു പയ്യൻ്റെ വാർത്തകളായിരുന്നു. ഇന്നത് നേരെ തിരിച്ച് ഒരു അൻവറിലേക്ക് എത്തിയിരിക്കുന്നു. തന്നെയുമല്ല, ഈ വിഷയങ്ങൾ ഓരോന്നും എടുത്തിടുമ്പോൾ വാർത്താ മാധ്യമങ്ങൾ, പൊതുധാര മുഖ്യ മാധ്യമങ്ങളൊന്നും നിരന്തരമായിട്ടുള്ള നമ്മുടെ മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം അവഗണിക്കുന്നു. ഒരു വാർത്തയെ പുതുതായി കിട്ടിയാൽ പിന്നെ അത് മാത്രമായി അവശേഷിക്കുകയാണ്. രാജ്യത്തിൻ്റെ പൊതുവായ മറ്റ് കാര്യങ്ങളെല്ലാം ഇവർ മറക്കുകയാണ്. അപ്പോൾ ഈ വാർത്താ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളൊക്കെ എന്ത് പണികളാണ് ചെയ്തു പോരുന്നത് എന്ന് നാം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും മുഴങ്ങി കേൾക്കുന്നത് ഒരു അൻവർ എന്ന് പറഞ്ഞ ഒരു MLA രാഷ്ട്രീയ പാപ്പരത്വത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. അതെന്തുമാകട്ടെ, തന്നെയുമല്ല, ഈ രാഷ്ട്രീയ മാറ്റവും അധികാരത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം ചാടി നടക്കുന്ന ഇത്തരം ആളുകളെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇതുപോലെ തന്നെയാണ് മതം മാറി നടക്കുന്ന ആളുകൾ. രാഷ്ട്രീയ മാറ്റം, മതം മാറ്റം, ഇതൊക്കെ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന മതങ്ങളും അതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ് ഇതിൻ്റെ ശരിക്കും കുറ്റക്കാർ. യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിൽ പാടുപെട്ട് ജീവിക്കുന്ന, അധ്വാനിക്കുന്ന, ആ പാർട്ടിക്ക് വേണ്ടി ഓരോ പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ മതങ്ങൾക്കും വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരെ പിന്തള്ളിയാണ് ഈ ചാഞ്ചാടി പുറത്തു ചാടി അധികാരമോഹികളായിട്ട് വരുന്നവരെ ഓരോ പ്രസ്ഥാനങ്ങളും മതങ്ങളും പരിപോഷിപ്പിച്ച് അവനെ പൊക്കിപ്പിടിച്ച് അവന് എല്ലാ സ്ഥാനവും കൊടുത്ത് വളർത്തി വലുതാക്കുന്നത്. അവസാനം തിരികെ കടിക്കുമ്പോൾ അവനുമെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ഇങ്ങനെ ചാടി നടക്കുന്നവരെ നമ്മൾ ശരിക്കും തിരസ്കരിക്കുകയല്ലേ വേണ്ടത്? എന്നെ സംബന്ധിച്ച് മതം മാറി വരുന്നവരോടും രാഷ്ട്രീയം മാറി വരുന്നവരോടും പുച്ഛമാണ് എനിക്ക്. കാരണം ഇതൊന്നും മനസ്സിലാക്കിയിട്ടോ അത് പഠിച്ച് അത് നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് വരുന്നവരോ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. തൽക്കാലം തൻ്റെ കാര്യങ്ങൾ നേടണമെന്നുള്ള ആ ആഗ്രഹം കൊണ്ട് സമ്പത്തും അധികാരവും കൈക്കലാക്കാൻ വരുന്ന ഇത്തരം നികൃഷ്ട ജീവികളോട് ഈ പ്രസ്ഥാനങ്ങളും മതങ്ങളുമൊക്കെ അകലം പാലിക്കണമെന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുവാനുള്ളത്. മറ്റൊന്ന്, വാർത്താമാധ്യമ രംഗത്ത് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോലുമില്ല. ഇതിനെന്താണ് പ്രശ്നം എന്നുള്ളത് ഒന്ന് മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കിരിക്കുന്നു. തന്നെയുമല്ല, നിതിൻ ഗഡ്കരി എന്നുള്ള ഒരു BJPയുടെ പ്രവർത്തകനെയും മന്ത്രിയുമായ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ അങ്ങിങ്ങായി മുഴങ്ങി കേൾക്കുന്നത് പരസ്പരം കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയ്ക്കകത്തോ അല്ലെങ്കിൽ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നേടിക്കുന്നുണ്ടോ എന്നുള്ളതും ഇന്നത്തെ വാർത്തയിൽ നിഴലിച്ചു കാണുന്നു. തന്നെയുമല്ല, പൊതുവിൽ എവിടെ നോക്കിയാലും ഒരു അരക്ഷിതാവസ്ഥ സംജാതമാകുന്നു. രാഷ്ട്രീയം ശരിക്കും നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞാൽ കേരളത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ ഇകഴ്ത്തി കാണിക്കാനും കേരളത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ കേരളം എല്ലാ കാലത്തിലും ഒന്നാമതാണ് എന്നുള്ളത് തിരുത്തി കുറിക്കാനുമുള്ള ചില ചിത്രശക്തികളുടെ പ്രതിപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ഒന്ന് ചികഞ്ഞ് നോക്കേണ്ടത് തന്നെയാണ്. കാരണം കേരളത്തിൻ്റെ അന്തസ്സ് നമ്മൾ മലയാളികൾ എന്നും വലിയൊരു അഹങ്കാരത്തോടു കൂടിയാണ് നമ്മൾ മലയാളികൾ നമ്മുടെ കേരളത്തെ നോക്കിക്കാണുന്നത്. ഇതിനെല്ലാം ചില ചിത്രശക്തികളുടെ ഭാഗമായി അങ്ങിങ്ങായിട്ടുള്ള ചില വാർത്തകളും ഇത്തരം ചാഞ്ചാടി നടക്കുന്ന ആളുകളുടെ പ്രതിപ്രവർത്തനവുമെല്ലാം വലിയൊരു ഇടങ്കോടിടലായി അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരത്തിന് ചേരാത്ത, കേരളത്തിൻ്റെ മികവിനെ ഇകഴ്ത്തി കാണിക്കുന്ന ചില പ്രവണതകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം പ്രവണതകളെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ആ പുച്ഛത്തോട് തന്നെ അവയെ അവഗണിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഇന്ന് ഈ ചാനലിലൂടെ പറയുവാനുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, ലോകം ആകെ മാറുകയാണ്. പ്രപഞ്ചം തന്നെ മൊത്തത്തിൽ മാറുന്നു. ഭൂമിക്ക് അനുഗണനമായി ഒരു പുതിയ ചന്ദ്രൻ കൂടി വന്നെത്താൻ പോകുന്നു. അതുപോലെ തന്നെ കാലാവസ്ഥയിൽ വരുന്ന വലിയ മാറ്റങ്ങൾ, മഞ്ഞുപാളികളെല്ലാം ഉരുകി ഒലിക്കുന്നു. മഞ്ഞുപാളികൾക്കിടയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടിഞ്ഞുകൂടി കിടക്കുന്ന മഹാമാരികളായ വൈറസുകൾ പുറത്തു ചാടാൻ പോകുന്നു. പല അസുഖങ്ങളും
അങ്ങിങ്ങായി ലക്ഷണങ്ങൾ കാണിക്കുന്നു. കോവിഡ് മഹാമാരി നമ്മളുടെ മുമ്പിൽ അനുഭവമായി നിലനിൽക്കുന്നു. അതിലും വലിയ മഹാമാരികൾ വരാൻ പോകുന്നു. തന്നെയുമല്ല, മരുഭൂമിയിൽ പച്ചപ്പ് രൂപപ്പെടുന്നു. കാരണം ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ശക്തമായ മഴ രേഖപ്പെടുത്തിയപ്പോൾ മറ്റ് വനമേഖലകളിലും ഉഷ്ണപ്രദേശങ്ങളിലുമൊക്കെ ശക്തമായ മഴയുള്ളത് കൊണ്ട് കാലാവസ്ഥയിൽ വരുന്ന മാറ്റം അതിഭയാനകമാണ്. ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആശങ്കയിൽ ശാസ്ത്രലോകവും അതുപോലെ ശാസ്ത്രജ്ഞന്മാരും രാപകലില്ലാതെ കണ്ണു ചിമ്മാതെ നോക്കിയിരുന്ന ഗവേഷണത്തിലാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ബാധകമല്ല. നമ്മൾ ഈ മനുഷ്യരാണ് ഈ ഭൂമിയെ ഇങ്ങനെ ആക്കിയത് എന്നുള്ളത് ഒരിക്കലും എല്ലാം മറന്നുകൊണ്ടാണ് നമ്മൾ മനുഷ്യർ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിതൊന്നും വാർത്തയുമല്ല. അത്തരം പ്രവണതകളെയോ അല്ലെങ്കിൽ ഭൂമിയിൽ വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന് നമ്മൾ മനുഷ്യർ ഉത്തരവാദിയാണ്. അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ ലോകരാഷ്ട്രങ്ങൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ സർവമത സമ്മേളനം നടക്കുന്ന ലോകത്തുള്ള പല മതസ്ഥർക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മതസ്ഥർക്കോ ഈ വരുന്ന മാറ്റങ്ങൾക്ക് എന്തെങ്കിലും പ്രതിവിധി പറയുവാനുണ്ടോ? അത്തരം വാർത്തകൾ ചർച്ചയാക്കുവാൻ താല്പര്യമുണ്ടോ എന്നുള്ളതൊക്കെയാണ് എൻ്റെ ചിന്തകൾ. സ്നേഹം നിറഞ്ഞവരെ, ലോകത്ത് അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ മൊത്തം ശാസ്ത്ര സമൂഹത്തിന് മുമ്പിലുണ്ട്. ഇവയൊക്കെ അകന്ന് ഒന്ന് ചൂഴ്ന്ന് പഠിച്ചാൽ വലിയ മാറ്റങ്ങൾ പ്രകൃതിയിൽ വന്നു ഭവിച്ചിരിക്കുന്നു. നമ്മൾ വളരെ സൂക്ഷ്മതയോടെ തന്നെ ഇവയെ നോക്കി കാണേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭരണാധികാരികൾ ഒന്നും ശ്രദ്ധിക്കുന്നതേയില്ല. എല്ലാവരും അവരവരുടെ മേൽക്കോയ്മയും അവരുടെ രാഷ്ട്രീയ പാർട്ടികളെ വളർത്താനും അതുപോലെ ഉള്ളവനെ കൂടുതൽ ഉള്ളവനാക്കാനും ഇല്ലാത്തവനെ എന്നും പാപ്പരായി നിലനിർത്താനുമുള്ള പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ സാധാരണ മനുഷ്യർ ചിന്തിച്ചു കൂട്ടേണ്ട ഒന്നുണ്ട്. നമ്മൾ ഇത്തരം പ്രവണതകളും വാർത്തകളും കാണുമ്പോൾ നമ്മൾ ഓരോന്നിനെയും സൂക്ഷ്മമായി പഠിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ചാഞ്ചാടി നടക്കുന്നവരെ നമ്മൾ അവഗണിക്കുക. ശാസ്ത്രലോകത്തിൻ്റെ നിരീക്ഷണങ്ങളെ നമ്മൾ കാതും കണ്ണും കൂർപ്പിച്ച് പഠിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പ്രപഞ്ചത്തോട് എന്ത് കടമയാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ അത് മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തോട് ഈ സമൂഹത്തോട് നമുക്ക് ചെയ്യാവുന്ന കടപ്പാട് നമ്മൾ പൂർത്തിയാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.